ദിവസം 2 കഴിഞ്ഞു. ഇതുവരെ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യത്തിന് അടൂർ പ്രകാശ് MP മറുപടി നൽകിയിട്ടില്ല. എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം? രാജ്യം പ്രത്യേക സുരക്ഷ നൽകുന്ന സോണിയാഗാന്ധിയെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ കണ്ടത്? സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഏകദേശം ഒരു പബ്ലിക് ഫംഗ്ഷൻ ആണല്ലോ ഇത്. അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്ക് എങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. ആ ഫോട്ടോയിൽ സോണിയാഗാന്ധിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കൂടെ അടൂർ പ്രകാശുമുണ്ട്. താൻ പോറ്റിയല്ല, മറിച്ച് പോറ്റി തന്നെയാണ് കൊണ്ടുപോയതെന്നാണ് അടൂർ പ്രകാശിന്റെ മറുപടി. അല്ല, അത് ഞാനല്ലല്ലോ കൊണ്ടുപോയത്. അദ്ദേഹം എന്നെ കൂടി വന്ന് വിളിച്ചു, അദ്ദേഹത്തോടൊപ്പം പോയി എന്നുള്ളത് ശരിയാണ്. ഞാൻ അതിൽ നിന്ന് ഞാൻ മാറുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതെനിക്കറിയില്ല. അതായത് മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് അടൂർ പ്രകാശിന് മറുപടിയില്ല. എന്നാൽ AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനോട് ചോദിക്കാം. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന പോലെയാണ് മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിലേക്ക് സോണിയാഗാന്ധിയുടെ പേര് കൂടി വലിച്ചെടുക്കുന്നതെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. മുന്നോട്ട് പോകുന്നതിന്റെ വേവലാതിയും വെപ്രാളവും അത് പല മഹാന്മാരിലേക്കും വീണ്ടും എത്തും എന്നുള്ളതിന്റെ വെപ്രാളവും കൊണ്ട് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്നു പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ചെയ്യുന്ന ഇത്തരം പരാമർശങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാനാ? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറയുന്നു. സോണിയാഗാന്ധി പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞിട്ടാണോ പോറ്റിക്ക് കടത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് പലതവണ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയത്? ശബരിമലയിലെ കീഴ്ശാന്തി മാത്രമായിരുന്ന പോറ്റിയെ ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിച്ചത്? സോണിയാഗാന്ധിയെ കാണാൻ കിട്ടാനില്ല എന്ന പരിഭവം എത്ര തവണ ശശി തരൂർ തന്നെ ഈ അടുത്ത കാലത്ത് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1ാം പ്രതിക്ക് ഇത്ര അനായാസമായി അപ്പോയിന്റ്മെന്റിന് മേൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്?